ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? കോഴിക്കോട് നഗരത്തിലെ വോട്ടർമാരുടെ അഭിപ്രായം കേൾക്കാം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ പാളയം ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ എന്തെല്ലാം ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടായിരിക്കും വോട്ട് ചെയ്യുക എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെ താല്പര്യമല്ലേ, അതിനനുസരിച്ചിരിക്കും. ഓരോ വ്യക്തികൾക്ക് നാട്ടിൽ കിട്ടുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും അവർ വോട്ട് ചെയ്യാം. നോക്കാൻ നിർബന്ധമാണ് ഇപ്രാവശ്യം. കാരണം വിലൻ്റെ ഗംഗക്കര ഇപ്പോൾ സാധനത്തിൻ്റെ വിലകൾ, പിന്നെ എല്ലാം കൊണ്ടും, പിന്നെ വർഗീയതകൾ, പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ വളരെ ആലോചിച്ചിട്ട് ചെയ്യണം ഇപ്രാവശ്യത്തെ വോട്ട്. എന്താ വോട്ട് ചെയ്യും, അത് ഇനി വെള്ളിയാഴ്ച അല്ല, വെള്ളിയാഴ്ച ജമാന നേരത്തായാലും വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക? അങ്ങനെയൊന്നുമില്ല. എന്താ ചെയ്യാൻ, നമ്മൾ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു വോട്ട് ചെയ്യും, ഇന്നാക്കുന്നില്ല, ആർക്കാരും വോട്ട് ചെയ്യണം. വന്നാൽ ഇവിടെ എന്തെല്ലാം നേട്ടം ഉണ്ടാവും നോക്കണം. പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യാം? വോട്ട് ഇവിടുത്തെ ഭരണത്തിന് സംവിധാനങ്ങൾ നോക്കി തന്നെയല്ലേ വോട്ട് ചെയ്യുക ആൾക്കാർ. ആര് വോട്ട് ചെയ്യുമ്പോഴും ചിന്തിച്ചല്ലേ വോട്ട് ചെയ്യുള്ളൂ. കാരണം കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കേരളത്തിലെ സ്ഥിതി, ജാതി മതം ഇല്ലാത്ത നാടാണ്. ഇവിടെ അത് കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടാണ്. ഉത്തരേന്ത്യയിലൊക്കെ മാതിരിയൊക്കെ ഇവിടെ പശുവിനെ തൊട്ട് അടിച്ച് കൊല്ല, മനുഷ്യനെ തൊട്ട് ഒരു പട്ടി ചോദിക്കാനില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതൊരു മാറ്റം വരണം, അതൊരു ആഗ്രഹമുണ്ട്. സ്ഥാനാർത്ഥിൻ്റെ ഇതുവരെക്കുള്ള എന്തൊക്കെയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് മത്സരിക്കുന്ന ലെവലിൽ എന്തൊക്കെയാണ് അവർ ചെയ്ത് ആ നേട്ടങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓട്ടോ സെക്ഷൻ ആണെങ്കിൽ കുറേയൊക്കെ ബുദ്ധിമുട്ടാണ്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP 10 വർഷമായിട്ട് BJPനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നമ്മളെയൊക്കെ എന്താണ് പൗരത്വ നിയമ ബില്ലിനെ പോലുള്ള ബില്ല് പാസ്സാക്കലും അങ്ങനെയുള്ളതിന് പേരിൽ ഏതായാലും ഒരു ഇന്ത്യ മുന്നണി വരണം എന്നാണ് നമ്മളെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. എന്തൊക്കെ ചേഞ്ചസ് വരും എന്ന് കണ്ടറിയണം. ആൾക്കാരുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കണം. ഇലക്ഷൻ ആണല്ലോ, എന്തെല്ലാം ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക? നമ്മളിപ്പോൾ പൊതുവേ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് തൊഴിലില്ലായ്മ, അങ്ങനത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതലും യൂത്തായിട്ട് കുറച്ച് പിള്ളേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന ആരാണോ അവർക്ക് നമ്മൾ മാക്സിമം വോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം. വിവിധങ്ങളായ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. വിപിൻ ടെമ്പക്കലിനോടൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.